പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾക്ക് രോഗങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് മാനസികമായ അല്ലെങ്കിൽ പൈശാചികമായ കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്കോ വീട്ടിലോ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാത്ത ഒരവസ്ഥ. ചിലപ്പോൾ അടുത്ത് ഏതെങ്കിലും നല്ല സയ്യിദന്മാരുണ്ടാവും, അതുപോലെ നല്ല ഫലമുള്ള നല്ല സൂക്ഷ്മതയോട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനോ നല്ല ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ അയാൾ മന്ത്രിപ്പിച്ചാൽ നമുക്ക് രോഗത്തിന് ശമനം ലഭിക്കും. ഖുർആൻ ഓതി മന്ത്രിച്ചാൽ. പക്ഷെ ചിലപ്പോൾ ദൂരായിരിക്കും, ചിലപ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്ത് രോഗമാണെങ്കിലും, പ്രത്യേകിച്ച് പൈശാചികമായ പ്രശ്നങ്ങൾ, പെട്ടെന്ന് തളർന്നു പോവുക, പേടിച്ചാൽ, അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമുക്ക് തന്നെ സിഹറോ കണ്ണേറോ അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ ഏറ്റാൽ ഖുർആൻ അത് പരിഹാരമാണെന്ന് നമുക്ക് പ്രത്യേകമായി തെളിവ് പറയേണ്ടതില്ല. ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ്. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശിഫയുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ആളുകൾ ചികിത്സക്ക് പല സയ്യിദന്മാരുടെ അടുത്ത് പോകും. അതുപോലെ പോകുമ്പോൾ ഞാൻ പൊതുവേ പറയുന്നത് പോലെ നമ്മൾ അത്ഭുതങ്ങൾ കണ്ട് അല്ല ഒരിക്കലും പോകേണ്ടത്. അയാളുടെ ജീവിതശൈലിയും ഇസ്ലാമിൻ്റെ പൂർണ്ണമായ നിയമങ്ങൾ പാലിച്ചും കൊണ്ട് ഖുർആനിൻ്റെ ആദാബുകൾ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ആത്മീയ ചികിത്സകൾ നടത്തുന്ന ആളുകൾക്ക് നമുക്ക് പോകാം. അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ചോദിക്കുകയും ആ രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഏതായാലും ഖുർആന് പല ആളുകൾക്കും ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് ശമനം ഉണ്ടാവും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആന് കൊണ്ട് ശിഫ ലഭിക്കണമെങ്കിൽ നമ്മൾ ളാലിമീങ്ങളാവാതിരിക്കണം. കുടുംബത്തെ ആക്രമിക്കുകയോ, ഉപ്പയോടും ഉമ്മയോടും തെറ്റിയിട്ടുണ്ടാവുക, മക്കളെ ആക്രമിക്കുക, ഭാര്യയെ ദ്രോഹിക്കുക, അയൽവാസികളെ ദ്രോഹിക്കുക, അതുപോലെ പണ്ഡിതന്മാരെ അവഹേളിക്കുക, ഇങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക, ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ള ആളുകൾക്ക് അക്രമം ചെയ്തവരാണ് നമ്മൾ എങ്കിൽ അതിനെ നമ്മൾ ആദ്യം പൊരുത്തപ്പെടിക്കണം. ഇങ്ങനെ പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം നമ്മൾ എത്ര വലിയ സയ്യിദിനെ കൊണ്ടുവന്നാലും, എത്ര വലിയ ചികിത്സ നടത്തുന്ന ആളെ കൊണ്ടുവന്നാലും അതിന് ചികിത്സ ലഭിക്കുകയില്ല ഖുർആൻ കൊണ്ട്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ റഹ്മത്തുൽ ലിൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾക്കാണ് ശിഫ, മറ്റുള്ള ആളുകൾക്ക് ശിഫ കിട്ടൂല എന്നല്ല പറഞ്ഞത്. അതിൻ്റെ ശിഫ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ, അതിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈമാൻ വേണം, ദുൽമ ചെയ്യാൻ പാടില്ല ആരെയും. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഞാൻ പൊതുവേ പറയുന്നത് പോലെ ഞാൻ പറയുന്ന ഈ ഖുർആനിൻ്റെ ആയത്തുകൾ മുദ്രിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വുളൂ ചെയ്യണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല സ്ഥലത്ത് സംസാരിക്കാൻ പാടില്ല, തീരെ സംസാരിക്കരുത്. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ അക്ഷരത്തെറ്റില്ലാതെ വളരെ സാവധാനത്തോടുകൂടെ മന്ത്രിക്കുക. ഖുർആൻ അഊദു ബിസ്മിയൊക്കെ ചൊല്ലി അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ആണ് നിങ്ങൾ ഖുർആൻ മന്ത്രിക്കേണ്ടത്. ആ ബഹുമാനത്തോടു കൂടെ തന്നെ വെള്ളം പോലും നമ്മൾ നല്ല ഒരു ഉയർന്ന സ്ഥലത്തോ നല്ല സ്ഥലത്ത് വെക്കുക. മന്ത്രിച്ചതിന് ശേഷം ആ വെള്ളം നല്ല ഉയർന്ന സ്ഥലത്ത് വെക്കുക. ഇങ്ങനെ അതിൻ്റെ ബഹുമാനങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫലം ലഭിക്കും. അപ്പോൾ ഞാൻ പറയാം എന്താണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത്. ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ എന്ത് രോഗത്തിനാണെങ്കിലും വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിലേക്കൊക്കെ മന്ത്രിച്ച് കുട്ടികൾ, അതുപോലെ നേരിട്ട് കുട്ടികൾക്ക് മന്ത്രിക്കാം, നിങ്ങൾക്ക് മന്ത്രിച്ച് എന്ത് ചെയ്യാം, എത്തുന്ന ഭാഗങ്ങളൊക്കെ തടവാം. അപ്പോൾ വളരെ ഫലമായിട്ടുള്ള നമ്മുടെ അലിമികൾ നമുക്ക് ഇജാസത്ത് തരുന്ന ആയത്തുകളാണ്. അപ്പോൾ അതിലെ മന്ത്രിക്കാൻ പറ്റിയ ആയത്തുകളാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഊദു ബിസ്മിക ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ അത് വൃത്തിയോടുകൂടെ സാവധാനം തെറ്റില്ലാതെ ഓതുക ഒരു വട്ടം. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ തുടങ്ങി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ അതും ഓതുക. തെറ്റില്ലാതെ ഓതുക, മന്ത്രിക്കുക 3 വട്ടം. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നീ ശിഫയാക്കണം എന്നതുകൊണ്ട് പറയാണ്. ഇഷ്ഫി, അള്ളാഹുവിനോട് ശിഫയാക്കാൻ വേണ്ടി. ഖുർആൻ ഇതൊക്കെ കാരണങ്ങളാണ്, സബബുകൾ മാത്രമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ, അപ്പോൾ അതിൽ ശിഫയുണ്ട്. ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. അത് ഏതൊരു മനുഷ്യൻ്റെ വിശ്വാസം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് തെറ്റില്ലാതെ ഓതി ഫാത്തിഹ ഓതി 3 വട്ടം ഓതുക. ഈ പറഞ്ഞ സൂറത്തുൽ ബഖറ ആദ്യത്തെ 3 ആയത്തുകൾ ഓതി മന്ത്രിച്ച് ഓതുക. അതിൻ്റെ ശേഷം ആയത്തുൽ കുർസി തെറ്റില്ലാതെ ബിസ്മിയൊക്കെ ചൊല്ലി അത് പൂർണ്ണമായി ഓതി മന്ത്രിക്കുക 3 വട്ടം. അത് കഴിഞ്ഞാൽ
സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്ത് ആമന റസൂലു തുടങ്ങിയ ആയത്ത് അതിൻ്റെ അവസാനം വരെ ഓതി അതും 3 പ്രാവശ്യം മന്ത്രിക്കുക. ഒരൊട്ടം ഓതി 3 പ്രാവശ്യം അതിലേക്ക് ഇഷ്ഫി മന്ത്രിക്കുക, വെള്ളത്തിലേക്കോ വ്യക്തിയോ നേരിട്ട് മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, ഈ ആയത്തിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, രാവിലെ ഒരാൾ ഓതിയാൽ അയാൾ രാത്രി വരെ മരണപ്പെടില്ല, പിന്നെ വൈകുന്നേരം ഓതിയാൽ അയാൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ മരണപ്പെടില്ല എന്ന് പറയുന്ന ഒരു ആയത്താണ്. ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് ഓതുമ്പോൾ ബിസ്മി ചൊല്ലേണ്ടതില്ല, അഊദു ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യാം, അഊദു ഓതിയതിന് ശേഷം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും ഈ ആയത്ത് പൂർണ്ണമായി ഓതി മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ സൂറത്ത് യൂനുസിലെ വലാ യുഫ്ലിഹുസ് സാഹിറൂൻ, വലാ യുഫ്ലിഹുസ് സാഹിറൂൻ ഈ ആയത്ത് ഇത്രയേ ഉള്ളൂ, ഇത് മാത്രം മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള ഫലമ്മാ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ വയുഹിഖുല്ലാഹുൽ ഹഖ ബികലിമാതിഹി വലൗ കരിഹൽ മുജ്രിമൂൻ. ഈ ആയത്ത് ഞാൻ ഇത് ഓതിയ ഈ ആയത്തുകൾ തെറ്റില്ലാതെ മന്ത്രിക്കുക. ഓതിയതിന് ശേഷം ആ വെള്ളത്തിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ വ്യക്തിയെ ഓതുക. അത് കഴിഞ്ഞാൽ സൂറത്തു സ്വാഫാത്തിലെ സൊഫ തുടങ്ങി 10 ആയത്തുകൾ ഷിഹാബുൻ സാഖിബ് എന്ന് പറയുന്ന ആ ആയത്ത് വരെ 10 ആയത്തുകൾ സൂറത്തു സ്വാഫാത്തിലെ 10 ആയത്തുകൾ മന്ത്രിച്ചോതുക. അത് കഴിഞ്ഞാൽ അതിന് ശേഷം സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ഭാഗം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ആയത്ത് മന്ത്രിക്കുക 3 വട്ടം, ഒരു വട്ടം മന്ത്രിച്ച് അതിൽ 3 വട്ടം ഓതുക. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ മുൽക്കിലെ സാധാരണ കണ്ണീർ ബാധിച്ച ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുള്ള ഒരായത്താണ് فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇത് മന്ത്രിക്കുക അതിന് ശേഷം. അത് കഴിഞ്ഞാൽ സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ അവരോട്ടം മന്ത്രിച്ച് അതിലേക്ക് ഓതുക. അത് കഴിഞ്ഞാൽ സൂറത്തുൽ അസ്ർ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ തെറ്റില്ലാതെ ഓതുക, മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ സൂറത്ത് ഖുറൈശ് ലീലാഫി ഖുറൈശ്, നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, പേടിക്കൊക്കെ പ്രത്യേകം മന്ത്രിക്കാൻ വേണ്ടി കൊടുക്കുന്ന സൂറത്താണ്. അപ്പോൾ ഇത് മന്ത്രിച്ച് ഊതുക, സൂറത്തുൽ ഖുറൈശ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ കൗസർ, ഖുർആനിലെ ഏറ്റവും ചെറിയ മീമില്ലാത്ത എന്ന് പറയുന്ന ഈ സൂറത്തുൽ കൗസർ മന്ത്രിക്കുക, ഇന്ന അഅ്തൈനാകൽ കൗസർ. അത് കഴിഞ്ഞാൽ സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ചില ആളുകൾ വൽ ഫതഹ് എന്ന് ഓതാം, അങ്ങനെ ഓതരുത്, വൽ ഫത്ഹ് അത് അങ്ങനെ തന്നെ ഓതാം. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം തെറ്റില്ലാതെ ഓതുക. അവിടെ കുഫു വൻ എന്ന് തന്നെ ഓതണം, കുഫു അൻ എന്ന് ഓതരുത്. കുഫ് എന്ന് ഓതാറുണ്ട് ചില ആളുകൾ, ഇനി ലമ്മ കൊടുത്ത് തന്നെ ഓതണം, കുഫു വൻ അഹദ്. സൂറത്തുൽ ഫലഖ് പിന്നെ സൂറത്തുൽ നാസ്. ഇത് ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളുമാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രിക്കേണ്ടത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അത് നിങ്ങൾ 3 വട്ടം ഓതി വെള്ളത്തിലേക്ക് മന്ത്രിക്കുക, അല്ലെങ്കിൽ വ്യക്തിയെ മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ഇതും മന്ത്രിക്കുക. ഇത് കഴിഞ്ഞാൽ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. ഈ ഒരു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളാണ് ഇതൊക്കെ, വലിയ ഫലങ്ങളുള്ള ദിക്റുകളാണ്. ഇത് മന്ത്രിക്കുക, ആ വെള്ളത്തിലേക്കോ വ്യക്തിക്കോ മന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവായിഹ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സാരി വദിയായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കുക. ഈ വെള്ളം ഏത് രോഗമുള്ള ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക. നിങ്ങൾക്ക് ഒരാഴ്ച വരെ സൂക്ഷിച്ച് കുടിക്കുക, 2 ആഴ്ച വരെ സൂക്ഷിച്ച് കുടിക്കുക. കുട്ടികൾക്ക് എന്ത് പറ്റിയാലും അവർക്കൊക്കെ നേരിട്ട് മന്ത്രിക്കാം, നിങ്ങൾക്ക് മന്ത്രിക്കാം, വലിയ ഫലം ലഭിക്കും. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ ചെയ്യുക, തീർച്ചയായും അള്ളാഹു ഇതിൽ ശിഫ നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.